ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ചോറ് വെക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് കറികളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാറായിക്കും എനിക്കും വേണ്ടി മാത്രം വെക്കുന്ന ലഞ്ചാണ്. ഇക്ക എന്ന് പറയുന്നത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്ക ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഈ ലഞ്ച് വേണ്ട. അപ്പം ഞാൻ സാറായിക്കും എനിക്കും വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കറികളും ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ നാടൻ ഉച്ചയൂണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും ആദ്യം അരിയിട്ടു. അപ്പോൾ കുക്കറിലേക്ക് അരിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി സ്റ്റൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് തക്കാളിയും സവോളയും കറിവേപ്പിലയും പച്ചമുളകും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ അതാണ് നമ്മളുടെ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി സ്റ്റൂ. അപ്പോൾ ഈ തക്കാളി സ്റ്റൂ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തക്കാളി സ്റ്റൂവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ഇത് കടുക് ഞാൻ സാധാരണ ചിലപ്പോൾ കടുക് പൊട്ടിച്ച് വെക്കാറുണ്ട്, ചിലപ്പോൾ കടുക് പൊട്ടിക്കാതെയും വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കടുകൊന്നും പൊട്ടിച്ചില്ല. ഡയറക്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം സവോള ഇട്ടു, തക്കാളി ഇട്ടു, കറിവേപ്പില, ഗ്രീൻ ചില്ലി. ഇതെന്ന് പറഞ്ഞാൽ സവോള ഒരുപാട് വഴണ്ടതിന് ശേഷം തക്കാളി ഇടൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉപ്പും ഇട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരുപാട് വെന്തലിഞ്ഞും പോകുന്നും വേണ്ട, ഒരിച്ചിരി വെജിറ്റബിളൊക്കെ ഒരിച്ചിരി കടിക്കാൻ കിട്ടണം. അതാണ് തക്കാളി സ്റ്റൂവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് ഈ കറി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത് തക്കാളി കറിയാണല്ലോ. അപ്പോൾ തക്കാളി ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറിയോട് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ ഓരോന്നോരോന്നായിട്ട് ചോറിപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറികളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി സ്റ്റൂവും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയാവും. അപ്പോൾ ബാക്കിയുള്ള കറികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ബാക്കി പതിയെ വിശേഷങ്ങളിലൂടെ കാണാം. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാതെ ഇനിയിപ്പം ഏകദേശം ഫ്ലെയിം ഓഫാക്കാനുള്ള സമയമായി. ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിനുള്ള അടുത്ത കറി എന്താണെന്ന് നോക്കാം. ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ ചെറിയ മീനുണ്ടല്ലോ, കുഴുവ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്ന് പൊരിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്, ബാക്കി എന്ന് പറയുന്നത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നെക്സ്റ്റ് ഡേയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളുടെ കൊഴുവയാണ് അല്ലെങ്കിൽ നെത്തോലിയാണ്. പല സ്ഥലങ്ങളിലും പല പല പേരിലാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ ഫിഷ് നന്നായിട്ട് വിനേഗറും സാൾട്ടും ഒക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും സാൾട്ടും പിന്നെ കുറച്ച് വിനേഗറും, പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, മീൻ കഴുകിയെടുത്ത ഉടനെ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം അതിൽ തന്നെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്തില്ല. അപ്പോൾ നല്ല കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതലിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറെന്ന് പറയുന്നത് കുക്കറിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പിന്നെ റെഡിയാക്കാൻ പോകുന്നത് ചീര. ഫ്രിഡ്ജിൽ ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ചീര നന്നായിട്ട് കഴുകി അതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാൻ പോവാണ്. അപ്പോൾ ചീര എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം അടിപൊളി ചീര കിട്ടും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലയ്ക്കൊന്നും കംപ്ലൈൻറ്റ് ഇല്ലാതെ നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത പോലത്തെ നല്ല അടിപൊളി ചീര കിട്ടും. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ചീരയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കൂടുതലായിട്ടും ഇതാണ് കോമൺ ആയിട്ട് എടുക്കാറ്. നമ്മുടെ ഈ പച്ചച്ചീര, മുരിങ്ങയില അതൊക്കെയാണ് ഞാൻ കോമൺ ആയിട്ട് എടുക്കാറ്. അപ്പോൾ ചീര ഇന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി. അപ്പോൾ കടുക് പൊട്ടിത്തീരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചീരയിലേക്ക് ഞാൻ പച്ചമുളകും അതുപോലെ തന്നെ ഒരു 3-4 പീസ് ചെറിയ ഉള്ളിയും ഉപ്പും, പിന്നെ നിങ്ങൾ കണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച്.
അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചീരയിൽ ഇതും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഓരോരോരോ കറികളായിട്ട് സൈഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളി സ്റ്റൂ ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഫിഷ് ജസ്റ്റ് എണ്ണയിലോട്ട് ഇട്ടാൽ മതി. കാരണം മാരിനേറ്റ് ചെയ്ത് ഫിഷ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ ഒന്ന് നന്നായിട്ട് എരിവൊക്കെ പിടിക്കട്ടെ. നന്നായിട്ട് എരിവൊക്കെ അതിൽ പിടിക്കുമ്പോഴത്തേനാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫിഷ് ഡീപ്പ് ഫ്രൈ, ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് പോലെ ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചെങ്കിലും നന്നായിട്ട് മുറുകണം, കുറച്ച് കൂടുതൽ നേരം നന്നായിട്ട് കിടന്ന് മുറുകണം. പക്ഷേ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ നേരം കിടന്ന് മുറുകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നല്ല അടിപൊളിയായിട്ട് നല്ല ഉപ്പും അതുപോലെ തന്നെ എരിവും എല്ലാം കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചീര എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഒരു പിടി പച്ചത്തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഒതുക്കി വെക്കാറുണ്ട്. ഞാൻ ചീര ഒതുക്കി വെക്കാറുണ്ട്. മുരിങ്ങയില മസ്റ്റായിട്ട് ഒതുക്കിയാണ് വെക്കാറ്. ചീര എന്ന് പറയുന്നത് എന്താ പറയുക, മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒതുക്കി വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ മഞ്ഞ കളറിന് വെച്ചതിലും ടേസ്റ്റ് വൈസ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ലാസ്റ്റ് ഒരു പിടി പച്ചത്തേങ്ങ ഇട്ട് വെച്ചപ്പോഴത്തേനുള്ള ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഫിഷൊക്കെ എണ്ണയിലേക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചെങ്കിലും നല്ല വൃത്തിക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ താളിക്കുകയാണ്. അപ്പം ഓരോ ഐറ്റംസ് നമ്മൾ വെളുത്തുള്ളി ഇട്ടു, അതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ താളിച്ച് മാറ്റുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിപ്പ് കറി വെക്കാനുള്ള പരിപ്പ് കഴുകി വേവിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇന്ന് ചാറായിട്ട്, അതായത് ഒഴിച്ചുകറിയായിട്ട് ഞാൻ ഇന്ന് പരിപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചൂട് ചോറും അതുപോലെ തന്നെ നമ്മുടെ തോരനായിട്ട് ചീരത്തോരന്, പിന്നെ തക്കാളി സ്റ്റൂവ്, അല്ലെങ്കിൽ തക്കാളി വഴട്ടിയത് എന്ന് വേണേൽ പറയാം. പിന്നെ നല്ല അടിപൊളി നെത്തൊലി ഫ്രൈ, അല്ലെങ്കിൽ അത് പിന്നെ ഒഴിച്ചുകറിയായിട്ട് പരിപ്പ്, വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് താളിച്ചൊഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാതെ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് അടിപൊളി ടേസ്റ്റാണ്. ഒന്നും കൂടെ ഒന്ന് പരിപ്പിരുന്ന് കുറുകട്ടെ. അപ്പോൾ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലഞ്ച് എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി, അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ, പിന്നെ തോരൻ, പിന്നെ ഞാൻ ഫിഷ് ഫ്രൈയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് സവാള വിനെഗറിലിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പിക്കിളെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്, ഗാർലിക് വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അച്ചാറുകളും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് കഴിയാറായി, ഓരോന്നോരോന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണേലും ഇൻഷാ അല്ലാഹ് നാട്ടിൽ ഉടനെ പോകുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നു. അതിനുശേഷം നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. നെയ്ച്ചോറാണേലും ബിരിയാണി ആണേലും മന്തി ആണേലും ഫ്രൈഡ് റൈസ് ആണേലും എല്ലാം ഇഷ്ടമാണ്. എങ്കിലും എല്ലാത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പെറുംചോറും കറികളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും ചോറും കറികളും തന്നെ ലഞ്ചിന് ഉൾപ്പെടുത്താൻ നോക്കുന്നത്. കുട്ടികൾക്കും സാറായിക്കും മോൾക്കും ഇപ്പം ഇതാണ് ഇഷ്ടം. മോൾക്കും ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതൽ ചോറും കറികളുമാണ് ഇഷ്ടം. അപ്പോൾ കറികൾ മാറ്റി വെക്കും. എപ്പോഴും പല രീതിയിലുള്ള കറികളായിരിക്കും ചോറിന് സൈഡ് ഡിഷായിട്ട് എടുക്കുക. പിന്നെ കൂടുതൽ ഇപ്പോൾ ചോറിൽ വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. കാര്യം വെച്ചാൽ മോളൊക്കെ ഇപ്പോൾ കഴിക്കാനൊക്കെ ആയ ടൈമായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേനും ചോറിൽ പല രീതിയിലുള്ള വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ ചോറ് വിളമ്പി ചോറിലേക്ക് ചീരത്തോരനും സവോള അരിഞ്ഞതും ഫിഷ് ഫ്രൈയും
അതുപോലെ തന്നെ അച്ചാറും പരിപ്പ് കറിയും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ അടിപൊളിയായിട്ട്. ഞാൻ പപ്പടം ഇന്ന് പൊരിച്ചില്ല, കാര്യം എന്താ വെച്ചാൽ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് പപ്പടം പൊരിച്ചില്ല. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയാണ് എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിപ്പ് കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ ചൂടോട് കൂടിയിട്ട് ബൗളിൽ പരിപ്പ് കറി എടുത്ത് ഇങ്ങനെ സൂപ്പ് പോലെ, നമ്മുടെ ദാൽ സൂപ്പൊക്കെ പോലെ കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പരിപ്പ് കറി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചാലും വേസ്റ്റ് ആവാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കഴിച്ചു പോകും, അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലഞ്ച്, എൻ്റെ ഒരു സിമ്പിൾ വീട്ടിലെ ഒരു സിമ്പിൾ ഉച്ചയൂണാണ്. അപ്പം എൻ്റെ ഈ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.